മഞ്ഞൾ എന്ന് പറയുന്നത് ആന്റി ഏജിങ് ബെനിഫിറ്റുള്ള ഒന്നാണ്. കുറച്ച് കറ്റാർവാഴ ജെല്ല് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ, അതുപോലെ തന്നെ തേന്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ തേനിന് പകരം നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കഴുകി കളയാം. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകും. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഫേസ് നമ്മുടെ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഇനി വിന്റർ സീസണൊക്കെ വരികയാണെങ്കിൽ ഫേസ് നല്ലപോലെ ഡ്രൈ ആവും. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുക്കൾ, ഇതും നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ഒരു പാക്ക് പറഞ്ഞുതരാം. രക്തചന്ദനം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളാണെങ്കിലോ മുഖക്കുരു ഉണ്ടെങ്കിലോ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കറിയിലിടാൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. പണ്ട് മുതലുള്ളവര് സൗന്ദര്യ സംരക്ഷണത്തിന് മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗന്ദര്യ സംരക്ഷണത്തിന് ആയുർവേദത്തിന് മഞ്ഞളിന് വലിയൊരു പ്രാധാന്യമാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഫേസ് പാക്കുകളെ കുറിച്ചാണ്. വൈറ്റമിൻ ബി, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല്. അതുപോലെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കുന്ന ഒന്നുകൂടിയാണ് കറ്റാർവാഴ ജെല്ല്. കുറച്ച് കറ്റാർവാഴ ജെല്ല് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ, അതുപോലെ തന്നെ തേന്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ തേനിന് പകരം നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കഴുകി കളയാം. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആക്കുകയും ചെയ്യും. മഞ്ഞൾ എന്ന് പറയുന്നത് ആന്റി ഏജിങ് ബെനിഫിറ്റുള്ള ഒന്നാണ്. അപ്പം നമുക്ക് ഒരു തക്കാളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ, അതുപോലെ ചന്ദനപ്പൊടി, ഇത് മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ നന്നായി ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചുളിവുകളുണ്ടെങ്കിൽ അത് മാറ്റാൻ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഫേസ് നമ്മുടെ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഇനി വിന്റർ സീസണൊക്കെ വരികയാണെങ്കിൽ ഫേസ് നല്ലപോലെ ഡ്രൈ ആവും. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുക്കൾ, ഇതും നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ഒരു പാക്ക് പറഞ്ഞുതരാം. അതായത് കുറച്ച് മഞ്ഞൾ, അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ല്, തേന്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പാക്കാണ്. പക്ഷേ അതിൻ്റെ കൂടെ രക്തചന്ദനം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളാണെങ്കിലോ മുഖക്കുരു ഉണ്ടെങ്കിലോ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിനായിട്ട് നമുക്കൊക്കെ ഉണ്ടാകാറുള്ള ഒരു പ്രോബ്ലമാണ് ഫേഷ്യൽ ഹെയർസ്. അതായത് നമ്മുടെ ചിൻ ഏരിയ, അപ്പർ ലിപ്പ്, അതുപോലെ ഫോർഹെഡ്, ഇവിടെയൊക്കെ ഹെയർ നമുക്ക് വരാറുണ്ട്. ചിലപ്പോൾ തന്നെ നമുക്ക് മേക്കപ്പ് ഇടുമ്പം ഇത് ഒരു ഭംഗിയില്ലാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഒന്നെങ്കിൽ റേസർ ഉപയോഗിച്ച് നമ്മൾ ഷേവ് ചെയ്യും, അല്ലെങ്കിൽ ട്രിം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് വാക്സ് ചെയ്യും, അതും അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനി ഇതുപോലെ റേസർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ട്രിം ചെയ്യാനോ പേടിയുള്ളവർക്കും വാക്സ് ചെയ്യാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റാത്ത, കാരണം അത് ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തവർക്കും ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ നമുക്ക് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ എടുക്കുക. അതിൻ്റെ കൂടെ ചെറുപയർ പൊടി, ഇതും അതിൻ്റെ കൂടെ തന്നെ പാലും കൂടെ മിക്സ് ചെയ്യുക. ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, നല്ലപോലെ നമ്മുടെ ഫേസിൽ ഇതിരുന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ. ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മന്ത്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ഇനി അടുത്ത ഒന്നാണ്, അതായത് നമ്മുടെ ഫേസിന് നല്ലൊരു നറിഷ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ, അതുപോലെ മുൾട്ടാണി മിട്ടിയുടെ പൊടി, പിന്നെ അതുപോലെ തൈര്, പിന്നെ കുറച്ച് കറ്റാർവാഴ ജെല്ല്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു പാക്കിനെ കുറിച്ചാണ്. അതായത് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ മാത്രം മതി. കിട്ടിയില്ല എന്നാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പച്ചമഞ്ഞളും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പാലും, ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും കിട്ടും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, മഞ്ഞൾ അലർജിക്ക് ആയിട്ടുള്ളവർ ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ, മഞ്ഞൾ അലർജിക്ക് ആണോ അല്ലയോ എന്നൊക്കെയുള്ള ഒരു ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പാക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ വീടുകളിൽ വാങ്ങിക്കുന്ന മഞ്ഞൾ നിങ്ങൾ ഒരിക്കലും പാക്കുകൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന പച്ച മഞ്ഞൾ നമ്മൾ ഈ പാക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനും ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.